പശ്ചിമേഷ്യ വീണ്ടും സംഘർഷഭരിതമാവുകയാണ്. ഏറെ നാളത്തെ ആക്രമണമില്ലാത്ത ഒരു സ്ഥിതിയിൽ നിന്നും ബാക്ക് ടു വാർ എന്ന ഒരു നിലയിലേക്ക് പശ്ചിമേഷ്യ കടന്നു പോവുകയാണ്. അമേരിക്ക ഇസ്രായേലിനെ വലിയ രീതിയിൽ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ആക്രമണങ്ങളിൽ ഇസ്രായേൽ പങ്കാളിയല്ല എന്നുള്ളതാണ്. ഇസ്രായേൽ കൂടി വരുന്നതോടെ ഇറാനെതിരെ അതിശക്തമായ ആക്രമണം അമേരിക്ക നടത്തിയേക്കുമെന്നാണ് റിപ്പോർട്ട്. 3 ഘട്ടം ആക്രമണം ഞങ്ങൾ നടത്തി കഴിഞ്ഞു എന്ന് അമേരിക്ക ഇതിനോടകം തന്നെ അറിയിക്കുകയാണ്. 1-ാം ഘട്ടത്തിൽ 80 കേന്ദ്രങ്ങൾ അമേരിക്കയുടെ പടക്കപ്പലുകൾ ആക്രമിച്ചതിന് മറുപടിയായി 80 കേന്ദ്രങ്ങളിലാണ് അമേരിക്ക 1-ാം ഘട്ടത്തിൽ ആക്രമണം നടത്തിയത്. അതേ കാരണം കൊണ്ട് തന്നെ 2-ാം ഘട്ട ആക്രമണം തൊട്ടടുത്ത ദിവസങ്ങളിലും നടന്നു. 2-ാം ഘട്ട ആക്രമണം നടന്നത് ഖമൈനിയുടെ ശവസംസ്കാര ചടങ്ങുകൾ ഇറാനിൽ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ്. 90 കേന്ദ്രങ്ങളിലാണ് അന്ന് അമേരിക്ക ആക്രമിച്ചത്. ഇപ്പോഴിതാ 140 കേന്ദ്രങ്ങൾ കൂടി ആക്രമിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെ 3-ാം ഘട്ടവും പൂർത്തിയാക്കിയിരിക്കുന്നു എന്നാണ് അമേരിക്കൻ സൈന്യം, അമേരിക്കൻ സെൻട്രൽ കമാൻഡ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഇനിയും തീർച്ചയായും അടുത്ത ഘട്ടം ആരംഭിക്കുമെന്ന് തന്നെയാണ് അമേരിക്ക നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. ഇറാൻ്റെ മിസൈൽ ലോഞ്ചിങ് കേന്ദ്രങ്ങൾ, ഡ്രോൺ കേന്ദ്രങ്ങൾ, റഡാർ കേന്ദ്രങ്ങൾ, അതുപോലെ തന്നെ ഊർജ കേന്ദ്രങ്ങൾ, പ്രധാനപ്പെട്ട ചില ഊർജ കേന്ദ്രങ്ങൾ ഇവിടൊക്കെ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് അമേരിക്ക ആക്രമണം നടത്തുന്നത്. 140 കേന്ദ്രങ്ങളിൽ അവസാന ഘട്ട ആക്രമണം നടന്നു. അടുത്ത ഘട്ട ആക്രമണത്തിൽ ഇറാനെ ഭൂമുഖത്ത് നിന്ന് നീക്കം ചെയ്യും എന്ന് ഇറാൻ ഈ കഴിഞ്ഞ ദിവസം ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നു. അതായത് താൻ കൊല്ലപ്പെടുകയാണ് എങ്കിൽ ഇറാനെ ബോംബിട്ട് തകർക്കും എന്നാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്. പക്ഷേ അദ്ദേഹത്തിന് നേരെ വധശ്രമം ഉണ്ടായി എന്ന് പറയപ്പെടുന്നു. പക്ഷേ കൊന്നിട്ടില്ല. എങ്കിലും ഇറാനെതിരെ അതിശക്തമായ ആക്രമണമാണ് അമേരിക്ക ഇപ്പോൾ നടത്തുന്നത്. ഈ ആക്രമണത്തിന് 2 കാരണങ്ങളുണ്ട്. അതിലൊന്ന് മറ്റൊന്നുമല്ല, ഹോർമൂസ് കടലിടുക്കിലൂടെ പോകുന്ന കപ്പലുകളെ ഇറാൻ ആക്രമിക്കുന്നു എന്നുള്ളതാണ്. സമാധാന ചർച്ചകൾ അവിടെ സ്വിറ്റ്സർലൻഡിൽ പുരോഗമിക്കുമ്പോഴും അതുവഴി കടന്നുപോയ ഹോർമൂസ് കടലിടുക്കിലൂടെ കടന്നുപോയ കപ്പലുകളെ ഇറാൻ ആക്രമിക്കുന്ന സാഹചര്യമുണ്ടായി. ഇറാൻ തീരത്തുകൂടിയല്ല ഈ കപ്പലുകൾ പോകുന്നത്, ഒമാൻ തീരത്തുകൂടിയാണ് കപ്പലുകൾ പോകുന്നത്. എന്നിട്ട് പോലും ഹോർമൂസ് കടലിടുക്കിൽ വെച്ച് ഈ ഇസ്രായേൽ സൈന്യം ആക്രമിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അതോടൊപ്പം തന്നെ ഈ ആക്രമണങ്ങൾക്ക് മറുപടിയായിട്ടാണ് അമേരിക്ക നിലപാട് മാറ്റിയത്. ചർച്ചകളിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുമെങ്കിൽ കഴിയട്ടെ എന്ന നിലപാടിലായിരുന്നു അമേരിക്ക. ഇസ്രായേൽ അതിനെ എതിർത്തതാണ്. പക്ഷേ അമേരിക്ക ചർച്ചകൾ നടത്തുമെന്ന് ശഠിക്കുകയായിരുന്നു. അതിനുശേഷമാണ് മധ്യസ്ഥ ശ്രമങ്ങൾ ഉൾപ്പെടെ നടത്തിക്കൊണ്ട് ചർച്ചാ മേശയിലേക്ക് ഇറാനെ വിളിച്ചു വരുത്തിയത്. പക്ഷേ ചർച്ചാ മേശയിൽ ഇരുന്നു കൊണ്ടും ഇറാൻ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് അമേരിക്കയ്ക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതിലൊന്നാണ് ഈ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണം. രണ്ടാമത്തേത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വധിക്കാനുള്ള ആക്രമണമായിരുന്നു, അല്ലെങ്കിൽ വധിക്കാനുള്ള ആസൂത്രണമായിരുന്നു. ഇങ്ങനെ ഡൊണാൾഡ് ട്രംപിനെയും അതുപോലെ തന്നെ ഇറാനെ വെട്ടിനുറുക്കിയ, അല്ലെങ്കിൽ ഇറാനെ കത്തിച്ച് ചാമ്പലാക്കിയ എല്ലാവരെയും വധിക്കും എന്നാണ് ഇപ്പോൾ ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ട്രംപിനെ മാത്രമല്ല, ട്രംപിനോടൊപ്പം മറ്റു ചിലരുണ്ട് എന്ന് ഇറാൻ പറയുന്നുണ്ട്. അതായത് ആയത്തുള്ള ഖമൈനിയുടെ സംസ്കാര ചടങ്ങിനിടയിലും ഇത്തരത്തിലുള്ള മുദ്രാവാക്യങ്ങൾ ഉയർന്നിരുന്നതാണ്. ഇങ്ങനെ ട്രംപിനെ കൊല്ലാൻ ശ്രമിച്ചതുകൊണ്ടും അമേരിക്ക നിലപാട് മാറ്റുകയായിരുന്നു, മനം മാറ്റുകയായിരുന്നു. അങ്ങനെയാണ് ഇവിടെ ആക്രമണം ആരംഭിച്ചത്. ശക്തമായ ആക്രമണം തന്നെയാണ് അമേരിക്ക ഇറാനിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇറാനിൽ നടത്തുന്ന ഈ ആക്രമണത്തിനെതിരെ വലിയ രീതിയിലുള്ള ഭീഷണി ഇപ്പോൾ ഇറാൻ്റെ ഇപ്പോഴത്തെ പരമോന്നത നേതാവ് മുജ്തബ ഖമൈനിയിൽ നിന്നുണ്ടായിരിക്കുകയാണ്. മുജ്തബ ഖമൈനി കഴിഞ്ഞ കുറേ നാളുകളായി ഒളിവിലാണ്. അദ്ദേഹത്തെ ഈ ആക്രമണത്തിന് ശേഷം ഫെബ്രുവരി 28-ന് നടന്ന ആക്രമണത്തിന് ശേഷം ആരും കണ്ടിട്ടില്ല. ഫെബ്രുവരി 28-ന് മുജ്തബ ഖമൈനിയുടെ കുടുംബാംഗങ്ങൾ, അതുപോലൊപ്പം തന്നെ മുൻ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമൈനി അടക്കമുള്ളവർ കൊല്ലപ്പെട്ടിരുന്നു. സാധാരണ രീതിയിൽ ആയത്തുള്ള ഖമൈനി തൻ്റെ ഓഫീസർമാർക്കൊപ്പം ചർച്ച നടത്തുന്നതിനിടയിലാണ് ആക്രമണം ഉണ്ടായത്. ആ ആക്രമണത്തിൽ ആയത്തുള്ള ഖമൈനി കൊല്ലപ്പെട്ടു. നിരവധി ഖമൈനി കുടുംബാംഗങ്ങൾ മരിച്ചു. അതിനുശേഷമാണ് മുജ്തബ ഖമൈനിയെ ഇപ്പോൾ ഈ പരമോന്നത നേതാവായി, അല്ലെങ്കിൽ ഖമൈനിയുടെ പിൻഗാമിയായി നിയമിച്ചത്. ഈ മുജ്തബ ഖമൈനി പിന്നീട് അതിനുശേഷം ആരും കണ്ടിട്ടില്ല. അദ്ദേഹത്തിന് പരിക്കേറ്റിരുന്നു, അദ്ദേഹം ചികിത്സയിലാണ്, ഒളിവിലാണ് എന്നൊക്കെയുള്ള വിവരങ്ങൾ ലഭിച്ചിരുന്നു. അതായത് മുജ്തബ ഖമൈനി ഒളിവിലിരുന്നു കൊണ്ട് അമേരിക്കയ്ക്കെതിരെ വൻതോതിൽ ഭീഷണി മുഴക്കുന്നു എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ട്രംപിനെ മാത്രമല്ല, ടോപ്പ് ടു ബോട്ടം എല്ലാവരെയും വകവരുത്തും. കാരണം ആയത്തുള്ള
ഖമീനിയെ നിങ്ങളാണ് വധിച്ചത്. ഇറാൻ്റെ ആത്മീയ നേതാവായിരുന്നു, ഇറാൻ്റെ പരമോന്നത നേതാവായിരുന്നു. അദ്ദേഹത്തെ ഇങ്ങനെ വധിച്ചത് ആയിട്ടില്ല. ഈ ഖമൈനിയുടെ വധത്തിന് പകരം ചോദിച്ചിരിക്കും എന്ന് ഇറാൻ ഇപ്പോൾ പ്രതിജ്ഞ ചെയ്യുകയാണ്. അതേസമയം മൊസാദ് കഴിഞ്ഞ ദിവസം ഈ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നേരെ ഉയർന്ന വലിയ സുരക്ഷാ ഭീഷണിയെക്കുറിച്ച് അമേരിക്കൻ ഇൻ്റലിജൻസിന് വിവരം നൽകിയിരുന്നു. വെറുതെ അല്ല, നേരിട്ട് ഇറാൻ ട്രംപിനെ വധിക്കാൻ ശ്രമിക്കുകയാണ് എന്ന വിവരമാണ് അന്ന് അമേരിക്കൻ ഏജൻസികൾക്ക് മൊസാദ് നൽകിയത്. ഇതിൻ്റെ പേരിൽ ട്രംപിൻ്റെ സുരക്ഷ വർദ്ധിപ്പിച്ചിരുന്നു. ട്രംപിന് പുതുതായി വാങ്ങിയ എയർഫോഴ്സ് 1 വിമാനം, സത്യത്തിൽ അത് അമേരിക്ക വാങ്ങിയതല്ല, ഖത്തർ ഒരു സമ്മാനമായി അമേരിക്കൻ പ്രസിഡന്റിന് നൽകിയ വിമാനമാണ്. ആ വിമാനം ഉപേക്ഷിച്ച് പഴയ വിമാനം ഉപയോഗിച്ച് ഈ തുർക്കിയിൽ നടക്കുന്ന നാറ്റോ സഖ്യകക്ഷികളുടെ യോഗത്തിൽ ട്രംപ് പങ്കെടുത്തിരുന്നു. ഈ യുദ്ധവിമാനങ്ങളുടെ സുരക്ഷയിൽ വലിയ ആശങ്കയാണ് അമേരിക്കൻ ഭരണകൂടം പ്രകടിപ്പിച്ചിരിക്കുന്നത്. പുതിയ വിമാനമാണ്, അമേരിക്കയുടെ പുതിയ വിമാനമാണ് എയർഫോഴ്സ് 1. ആ ഖത്തർ നൽകിയിട്ടുള്ള വിമാനം, അതിൽ കുറച്ചുകൂടി സെക്യൂരിറ്റി അപ്ഡേഷൻ വരുത്താനുണ്ട് എന്ന പേര് പറഞ്ഞിട്ടാണ് പുതിയ അല്ലെങ്കിൽ പഴയ വിമാനത്തിൽ ഇപ്പോൾ ട്രംപ് യാത്ര ചെയ്തിരിക്കുന്നത്. മാത്രമല്ല പുതിയ വിമാനത്തെ ട്രംപ് ബ്രിട്ടനിലേക്ക് അയക്കുകയും ചെയ്തിരിക്കുന്നു. ഇങ്ങനെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നേരെ വലിയ ഭീഷണി ഉയരുന്നത്. ഈ സാഹചര്യത്തിൽ ട്രംപിന്റെ സുരക്ഷ വർദ്ധിപ്പിക്കാനായിട്ടുള്ള നടപടികൾ അമേരിക്കൻ ഭരണകൂടം എടുത്തിട്ടുണ്ട്. ആ സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ പഴയ വിമാനത്തിൽ പ്രസിഡന്റ് യാത്ര ചെയ്താൽ മതി എന്ന തീരുമാനം എടുത്തിരിക്കുന്നത്. ഈ രീതിയിൽ കാര്യങ്ങൾ വഷളാവുകയാണ്. ഏത് സമയം വേണമെങ്കിലും യുദ്ധം പൊട്ടിപ്പുറപ്പെടാം. അമേരിക്കയുടെ ഈ ആക്രമണങ്ങൾക്ക് ബദലായി ഇറാനും ആക്രമണം നടത്തുന്നുണ്ട്. ഇറാൻ ശക്തമായി ആക്രമിക്കുന്നത് ഗൾഫിലെ അമേരിക്കൻ കേന്ദ്രങ്ങളെയാണ്. UAE, ഖത്തർ, കുവൈറ്റ്, ഒമാൻ തുടങ്ങിയ രാജ്യങ്ങളിലെ US ബേസുകൾക്ക് നേരെയാണ് ഈ ഇറാൻ ഇപ്പോൾ പ്രത്യാക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ കേന്ദ്രങ്ങളിൽ നിന്നെല്ലാം ആളുകളെ ഒഴിപ്പിക്കാനുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ അമേരിക്ക നടത്തിക്കൊണ്ടിരിക്കുന്നത്. അമേരിക്കൻ കേന്ദ്രങ്ങളിൽ ഇറാൻ ആക്രമണം നടത്തുന്നു. ഇറാനെ അതിശക്തമായി അമേരിക്ക ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇസ്രായേൽ ഇതുവരെയും പങ്കാളികളായിട്ടില്ല. ഇസ്രായേൽ ലെബനോനിലെ ലക്ഷ്യം വെച്ച് ആക്രമണം തുടരുകയാണ്. ഇസ്രായേൽ കൂടി എന്നായിരിക്കും ഈ യുദ്ധത്തിൽ പങ്കുചേരുക എന്നത് മാത്രമാണ് ബാക്കി. ഒരുപക്ഷെ ഉടൻ തന്നെ ഇസ്രായേൽ ഈ സംയുക്ത ആക്രമണത്തിന്റെ ഭാഗമായി മാറാനുള്ള ഒരു സാഹചര്യവുമുണ്ട്. മലയാളി വാർത്ത പ്ലസ്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.